ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 1 മുതൽ 15 വരെയുള്ള PSC ബുള്ളറ്റിൽ വന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുൻപുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകന്. തമിഴ് പുസ്തകം ആലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡിനാണ് പുരസ്കാരം. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകന്. തമിഴ് പുസ്തകം ആലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡിനാണ് പുരസ്കാരം. പ്രോഫിറ്റ് സോങ് എന്ന നോവലിന്റെ രചയിതാവായ ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിന് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. പ്രോഫിറ്റ് സോങ് എന്ന നോവലിന്റെ രചയിതാവായ ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിന് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് M. ഫാത്തിമ ബീവി അന്തരിച്ചു. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും മലയാളിയുമായ ജസ്റ്റിസ് M. ഫാത്തിമ ബീവി അന്തരിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രിയ എഴുത്തുകാരി P. വത്സല അന്തരിച്ചു. കേരള സംഗീത അക്കാദമി മുൻ അധ്യക്ഷയാണ്. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി രചിച്ച നെല്ല് എന്ന നോവലിലൂടെയാണ് പ്രസിദ്ധയായത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പ്രിയ എഴുത്തുകാരി P. വത്സല അന്തരിച്ചു. കേരള സംഗീത അക്കാദമി മുൻ അധ്യക്ഷയാണ്. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി രചിച്ച നെല്ല് എന്ന നോവലിലൂടെയാണ് പ്രസിദ്ധയായത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിലെ ആദ്യകാല ന്യൂസ് റീഡർ P.K. തുളസിബായി അന്തരിച്ചു. ആകാശവാണിയിലെ ആദ്യകാല ന്യൂസ് റീഡർ P.K. തുളസിബായി അന്തരിച്ചു. മുതിർന്ന CPM നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ ബസുദേവ് ആചാരി അന്തരിച്ചു. മുതിർന്ന CPM നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ ബസുദേവ് ആചാര്യ അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPMന്റെ സ്ഥാപക നേതാക്കളിലൊരാളുമായ N. ശങ്കരയ്യ അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPMന്റെ സ്ഥാപക നേതാക്കളിലൊരാളുമായ N. ശങ്കരയ്യ അന്തരിച്ചു. ശങ്കര നേത്രാലയ ആശുപത്രി സ്ഥാപകൻ S. ബദ്രിനാഥ് അന്തരിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ശങ്കര നേത്രാലയ ആശുപത്രി സ്ഥാപകൻ S. ബദ്രിനാഥ് അന്തരിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രശസ്ത വയലിനിസ്റ്റും വയലിൻ അധ്യാപകനുമായ B. ശശികുമാർ അന്തരിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. പ്രശസ്ത വയലിനിസ്റ്റും വയലിൻ അധ്യാപകനുമായ B. ശശികുമാർ അന്തരിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. സിനിമാ സീരിയൽ നടൻ വിനോദ് തോമസ് അന്തരിച്ചു. സിനിമാ സീരിയൽ നടൻ വിനോദ് തോമസ് അന്തരിച്ചു. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയും ഫൈൻ ആർട്സ് കോളേജ് പ്രഥമ പ്രിൻസിപ്പളുമായ ചിത്രകാരൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി അന്തരിച്ചു. കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയും ഫൈൻ ആർട്സ് കോളേജ് പ്രഥമ പ്രിൻസിപ്പളുമായ ചിത്രകാരൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി അന്തരിച്ചു. റിസർവ് ബാങ്ക് മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന വെങ്കിട്ടരമണൻ അന്തരിച്ചു. റിസർവ് ബാങ്ക് മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന വെങ്കിട്ടരമണൻ അന്തരിച്ചു. കൂടിയാട്ടം ആചാര്യൻ P.K. നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. ടാഗോർ രത്ന കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്
തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കൂടിയാട്ടം ആചാര്യൻ PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. ടാഗോർ രത്ന, കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇതോടെ 2023 ഡിസംബർ 1 മുതൽ 15 വരെയുള്ള PSC ബുള്ളറ്റിനിൽ വന്ന എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം പെരുമാൾ മുരുകന്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ ബുക്കർ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം പോൾ ലിഞ്ചിന്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്: വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി രചിച്ച നെല്ല് എന്ന നോവൽ എഴുതിയതാര്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.